സർക്കാർ ഉദ്യോഗസ്ഥനെന്ന വ്യാജേന ഫർണിച്ചർ കടകളിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന ഉൽപ്പന്നങ്ങൾ തട്ടിയെടുത്തുന്ന കോട്ടയം സ്വദേശിക്കെതിരെ കേസ്. പനച്ചിക്കാട് മറ്റത്തൽ വീട്ടിൽ മനു യശോധരനെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. സാധനം വാങ്ങി വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ചു എന്നതാണ് പുതിയ കേസ്. ഗ്രാമവികസന കേന്ദ്രമെന്ന് ബോർഡ് വെച്ച വാഹനത്തിലെത്തി. സർക്കാർ ജീവനക്കാരനെന്ന് തോന്നിപ്പിക്കുന്നതിനായി തിരിച്ചറിയൽ കാർഡും ധരിച്ചിരുന്നു. പെരുന്തുരുത്തി AK ഫർണിച്ചർ, തിരുവല്ല തോപ്പിൽ ഫർണിച്ചർ എന്നീ സ്ഥാപനങ്ങളിലാണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ മാസം 14-നായിരുന്നു സംഭവങ്ങൾ. പത്തനംതിട്ട ഗ്രാമവികസന കേന്ദ്രം എഞ്ചിനീയർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് സാധനങ്ങൾ തിരഞ്ഞെടുത്തത്. AK ഫർണിച്ചർ സ്ഥാപനത്തിൽ നിന്നും 1,10,000 രൂപയോളം വില വരുന്ന ഫർണിച്ചറുകൾ വാങ്ങി. ശേഷം സമാന തുകയ്ക്കുള്ള ചെക്ക് കൈമാറി. കൂടെ ഗ്രാമവികസന കേന്ദ്രത്തിന്റെ സീലോടുകൂടിയ എഗ്രിമെന്റ് പേപ്പറും. തുടർന്ന് കുറച്ച് സാധനങ്ങൾ മറ്റൊരു കടയിൽ നിന്നുകൂടി വാങ്ങണമെന്ന് പറഞ്ഞ് ഉടമയിൽ നിന്നും പണമായി 50,000 രൂപ വാങ്ങി. ശേഷം ഇവിടെ നിന്നും പോയ ആൾ നേരെ എത്തിയത് തോപ്പിൽ ഫർണിച്ചർ മാർട്ടിലേക്ക്. ഇവിടെ എത്തി 1,00,000 രൂപയുടെ സാധനങ്ങൾ എടുത്തു. ചെക്കും എഗ്രിമെന്റ് പേപ്പറും നൽകി സാധന സാമഗ്രികൾ പിക്കപ്പ് വാനിൽ കയറ്റിക്കൊണ്ടുപോയി. ഈ സാധനങ്ങൾ AK ഫർണിച്ചർ മാർട്ടിലെത്തിച്ചു. അടുത്ത ദിവസം കറുകച്ചാലിൽ താൻ നൽകുന്ന മേൽവിലാസത്തിൽ എത്തിച്ചാൽ മതിയെന്നറിയിച്ചു. ഇതിൽ പ്രകാരം സാധനങ്ങൾ തൊട്ടടുത്ത ദിവസം കറുകച്ചാലിലെത്തിച്ചു. തുടർന്ന് തിങ്കളാഴ്ച ചെക്കുകൾ മാറാൻ ബാങ്കുകളിലെത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം വ്യാപാരികൾ അറിഞ്ഞത്. പിന്നാലെ തിരുവല്ല പോലീസിൽ പരാതി നൽകി. കറുകച്ചാലിലെ ഒരു മൊബൈൽ ഫോൺ കടയിൽ ഇയാൾ സമാനമായ തരത്തിൽ തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. ജനുവരിയിൽ ഏലപ്പാറയിൽ മനു യശോധരൻ തട്ടിപ്പ് നടത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന എത്തി വനിതാ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി 1,00,000 രൂപയാണ് തട്ടിയെടുത്തത്. ഈ കേസിൽ ഹെവൻ വാലി എസ്റ്റേറ്റിൽ സാം കോര കൂട്ടുപ്രതിയാണ്. ചങ്ങനാശ്ശേരിയിൽ പ്രഭു സ്റ്റോറിൽ നിന്നും 50 ചാക്ക് പഞ്ചസാര ഉൾപ്പെടെ 3 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ ഇയാൾ കബളിപ്പിച്ചെടുത്തതായി പോലീസ് കണ്ടെത്തി. സിവിൽ സപ്ലൈസ് ഓഫീസർ എന്ന വ്യാജേനയായിരുന്നു ഈ നീക്കം. പുതിയ കേസുകളിൽ മനു യശോധരനെ പിടികൂടാൻ പ്രത്യേക സംഘത്തിന്റെ രൂപം നൽകിയെന്ന് DYSP S നന്ദകുമാർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.